ഏത് സ്വാലിഹീങ്ങളൊക്കെ നമ്മൾ നോക്കിയാൽ കണ്ടാൽ ഉടനെ പേര് ചോദിക്കും. ഏത് മനുഷ്യനെ കണ്ടാലും പേര് ചോദിക്കണം എന്നാണ്. അവരെ മഷറയിൽ കണ്ടുമുട്ടുന്നതാണ് പേര് ചോദിച്ച ആൾക്കാരെ. നമുക്ക് ഓർമ്മ ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആരാണെങ്കിലും പേര് ചോദിച്ചാൽ ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തിലേക്ക് കയറിപ്പോകാനുള്ള കോണിപ്പടികളാകുന്നു അവൻ്റെ പേര് എന്നാണ്. അതുകൊണ്ട് നല്ല പേരിടുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തേത് ആഗ്രഹിച്ച് കിട്ടിയതാകുക. ആഗ്രഹിച്ചിട്ട് കിട്ടിയതാവണം കുട്ടികളെ, കുടുങ്ങിയിട്ട് കിട്ടിയതാവരുത്. മൂന്നാമത്തെ കാര്യം, ഹലാലും തൊയ്യവുമായ ഭക്ഷണം കൊടുക്കണം കുട്ടികൾ നന്നാവണമെങ്കിൽ. ഹലാലായ ഭക്ഷണം കൊടുത്താൽ പോരാ, തൊയ്യബായ ഭക്ഷണം കൊടുക്കണം. ഹലാലും തൊയ്യബും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. എല്ലാ ഹലാലും തൊയ്യബാവൂല, എല്ലാ തൊയ്യബും ഹലാലായിരിക്കും. അങ്ങനെയാണ്. ജീവൻ നിലനിർത്താൻ വേണ്ടി പന്നിമാംസം തിന്നൽ ഹലാലാണ്, തൊയ്യബല്ല. ക്ഷണിക്കാത്ത കല്യാണത്തിന് പോയി സദ്യ ഉണ്ണൽ ഹലാലാകും. അവനോട് ചോദിച്ചാൽ മതി, തൊയ്യബാവൂല. തൊയ്യബാണെങ്കിൽ ക്ഷണിച്ചിട്ട് തന്നെ പോകണം. അങ്ങനെയാണ്. മനസ്സിന് തൃപ്തിയില്ലാതെ ഒരാൾ കൊടുത്താൽ തിന്നൽ ഹലാലൊക്കെ ആവും, തൊയ്യബാവൂല. പുതിയ കമ്മിറ്റി വന്നതാണ്. പുതിയ കമ്മിറ്റി വന്നിട്ട് എന്ത് തീരുമാനിച്ചു? എല്ലാ പെരയിലും ചെലവാണ്, അല്ലെങ്കിൽ മയ്യത്ത് കൊണ്ടുവരാൻ പറ്റൂല എന്ന് തീരുമാനിച്ചതാണ്. ഇനിയിപ്പോൾ ഒന്ന് പള്ളിക്കത്തെ മൂലരെ ചെലവാണ് പണ്ടാറടക്കാൻ എന്നാണെങ്കിൽ ഹലാലാകും, തൊയ്യബാവൂല. തിന്നാതിരിക്കലാണ് ഏറ്റവും നല്ലത്. മനസ്സറിഞ്ഞു കൊടുക്കണം എന്നല്ല. സഹിയ്, ധർമ്മിഷ്ഠന്റെ ഭക്ഷണത്തിൽ ശിഫയുണ്ടായിരിക്കുമെന്നാണ്. മനസ്സറിഞ്ഞു കൊടുക്കണം, എൻ്റെ ഭക്ഷണമാണ് കഴിക്കേണ്ടത്. അതിന് ഹോട്ടലിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഹോട്ടലിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. വേഗം മതിയാകാൻ വേണ്ടിയിട്ട് കാരം ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടുന്ന് ചോറ് കഴിക്കരുത്. കാരണം അവൻ മനസ്സറിഞ്ഞു കൊടുക്കണില്ല. ചായപ്പീടിയിൽ നിന്നാണെങ്കിലും അങ്ങനെ തന്നെയാണ്. മനസ്സറിഞ്ഞു കൊടുക്കണ തരുന്നത് തിന്നാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഭക്ഷണം ഹലാലായാൽ പോരാ, ഭക്ഷണം തൊയ്യബായിരിക്കണം. 5 വക്ത് നിസ്കരിച്ചും സുബഹി നിസ്കരിച്ചും 5 വക്ത് നിസ്കരിച്ചും സുബഹി നിസ്കരിച്ചും. അത് സുബഹി എന്ന് പ്രത്യേകം പറയണം. കാരണം ചിലപ്പം ചിലവർ 5 വക്ത് എന്നുള്ളതിൽ ഏത് പെടുത്തലില്ല, സുബഹി പെടുത്തലില്ല. അതുകൊണ്ടാണ് അത് പഴയ ആൾക്കാർ പറഞ്ഞതാണ്. അപ്പോൾ പഴയ കാലത്തെ ആ കൂട്ടക്കാരുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. 5 വക്തിൽ സുബഹിയിൽ പെടുത്താത്ത ആൾക്കാർ. ഏതായാലും 5 വക്ത് നിസ്കരിച്ചും സുബഹി നിസ്കരിച്ചും കുറച്ച് ഖുർആനും ഓതും ഒരു പള്ളിക്ക് വന്നിട്ട്. എന്നിട്ട് പോയിട്ട് സൂപ്പർ മാർക്കറ്റ് തുറന്നുകാണ്ടേ ചൈനയിൽ നിന്ന് സാധനം ഇറക്കിയിട്ട് ജപ്പാൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ച് വിൽക്കുക. എന്തിന്? കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കാൻ. എന്നിട്ട് മജ്‌ലിസുന്നൂർക്ക് 313 ഉറുപ്പ്യ ഓല് നന്നാവാൻ. ഏത്? ചൈനത്തെ സാധനം ജപ്പാൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ച് വിത്ത് 313. ബദരീങ്ങൾക്ക് വലിയ കാര്യമല്ല ഇപ്പം എൻ്റെ 313. ഇത് മജ്‌ലിസുന്നൂറിൻ്റെ വന്തല, ഇത് മജ്‌ലിസുന്നൂറിൻ്റെ വന്തല. മജ്‌ലിസുന്നൂറിൻ്റെ വന്തല. ഞാൻ ഇന്നലെ മജ്‌ലിസുന്നൂറിൻ്റെ പരിപാടിക്ക് പോയി. രാത്രി കുറേ ദ്വാരക്കാനുള്ള കടലാസുണ്ട്. കുറേ ദ്വാരക്കാനുള്ള കടലാസുകളുണ്ട്. കാലിൻ്റെ മുട്ടുവേദന മാറാൻ, കയ്യിൻ്റെ കെണുപ്പിൻ്റെ വേദന മാറാൻ, കോവിഡ് സുഖാവാൻ, പിന്നെ ആശുപത്രിയിലുള്ള ആൾ ഡിസ്ചാർജ് ആവാൻ, മുറാദ് ഹാസിലാവാൻ, ഹാസിലായ മുറാദ് ക്യാൻസലാവാൻ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ആക്കിബത്ത് തന്നാൽ ഒറ്റൊന്നും കണ്ടില്ല. കുറേ ഉണ്ട്. ഞാൻ അതന്നെ നോക്കി. ഹൈദർലി ശിഹാബ് തങ്ങളപ്പോൾ പറഞ്ഞതാണല്ലോ പിന്നെ മജ്‌ലിസുന്നൂർ ചെല്ലാൻ. മൂപ്പര് കാൽമുട്ട് വേദന മാറാൻ മജ്‌ലിസുന്നൂർ ചെല്ലിക്കോളി എന്നാണ് പറഞ്ഞത്. എനിക്ക് അഭിപ്രായമില്ല. നിങ്ങൾക്ക് ഉണ്ടോയെന്ന് അറിയില്ല, എനിക്ക് അഭിപ്രായമില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഹൈദർലി ശിഹാബ് തങ്ങൾ വാപ്പ മജ്‌ലിസുന്നൂർ ചെല്ലാൻ പറഞ്ഞിട്ടുള്ളത് ആക്കിബത്ത് നന്നായി മരിക്കാനാണ്. കടം വീടണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, ദോരക്കണം. ദണ്ണം മാറാൻ വേണ്ടി ദോരക്കണം. ആക്കിബത്ത് നന്നാൽ വളരെ പ്രധാനല്ലേ. ദാഹം മൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും. ഒന്നും ചൊല്ലിയൊക്കെ ഒന്ന് ഉഷാറായിക്കോട്ടെ. ദാഹം മൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും. നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. മരിക്കണ നേരത്തെ ബദരീങ്ങൾ ഇങ്ങനെ വട്ടഴിഞ്ഞ് നിൽക്കണം. എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കടന്നിട്ട് എല്ലാവരും കേൾക്കുന്ന തരത്തിൽ ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് മൗത്താണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇന്നലെ മിഞ്ഞാന്ന് കഴിഞ്ഞ വ്യാഴാഴ്ച
ഒരാൾ വളാഞ്ചേരി അടുത്ത് ഒരാൾ മരണപ്പെട്ടു. നമ്മളൊരു ബന്ധുവാണ്. മരിക്കണതിൻ്റെ മുമ്പ് തന്നെ മരണത്തെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ പറഞ്ഞിട്ട് എല്ലാവരെയൊക്കെ നോക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിങ്ങാണ്ട് സ്വന്തമായിട്ടാണ് കണ്ണടച്ചു. എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞാണ് മരിച്ചു. ഒരു മനുഷ്യൻ മരിക്കണ രംഗം എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവമാണ്. അപ്പോൾ സംഗതി എല്ലാവരും കേൾക്കണം നിർബന്ധമൊന്നുമില്ല, മരിക്കണ ആൾ കെലിമയിലുള്ളത്. പക്ഷെ കേട്ടാൽ വലിയ സംഭവം തന്നെയാണ്. അവിടെ നമ്മൾ മരിക്കുമ്പോൾ എല്ലാവരും കേട്ടിട്ട് തന്നെ ചെല്ലണം. അതിനാണ് എല്ലാവരും ദ്വാരക്കേണ്ടത്. ഒരിക്കലും ചുരുക്കി ദ്വാരക്കരുത്, എപ്പോഴും നീട്ടി ദ്വാരക്കണം. അള്ളാഹു എല്ലാവരും കേട്ട് നിൽക്കുമ്പോൾ ഉറക്ക കെലിമയിൽ മരിക്കാൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ മുഅ്മിനീങ്ങളെ. അപ്പോൾ അതുകൊണ്ട് ആഗ്രഹിച്ച് കിട്ടിയതായിരിക്കണം. ഹലാലും തൊയ്യിബുമായ ഭക്ഷണം കൊടുക്കണം. ഭക്ഷണം ഹലാലായാൽ പോരാ, ഭക്ഷണം തൊയ്യിബാവണം. എന്താ ഹലാലും തൊയ്യിബും തമ്മിലുള്ള വ്യത്യാസം? അത് മനസ്സിലാക്കാവുന്നൊരു ഉദാഹരണം പറയാൻ. ഒരാൾ പള്ളിൻ്റെ അടുത്ത് ഒരു 10 സെൻറ്റ് സ്ഥലം കച്ചവടത്തിന് വാങ്ങി. കച്ചവടം ചെയ്യാൻ വേണ്ടി ഒരു 10 സെൻറ്റ് വാങ്ങി. ഒരാൾ വന്നുകൊണ്ട് ചോദിച്ചു, എൻ്റെ പള്ളിൻ്റെ മുമ്പിലുള്ള 10 സെൻറ്റ് കൊടുക്കണോ ചോദിച്ചു. ആ കൊടുക്കാന്ന് പറഞ്ഞു. എന്താ വില എന്ന് ചോദിച്ചു. അതിലൊരു വില പറഞ്ഞു. ഇജ്ജ് എത്രയ്ക്കാണ് വാങ്ങിയതെന്ന് ചോദിച്ചു. അപ്പോൾ എന്തിനാ അറിയണത്? എനിക്ക് വേണമെങ്കിൽ മേടിച്ചാൽ പോരെ എന്നൊക്കെ പറഞ്ഞു. മതി, ഓന് വേണമെങ്കിൽ മേടിച്ചാൽ മതി. ഇവൻ്റെ മുതലാണ്, ഓന് ഇഷ്ടമുള്ളതിന് വിൽക്കാം, യാതൊരു കുഴപ്പമില്ല, ഹലാലാവും. തൊയ്യിബാണെങ്കിലോ, തൊയ്യിബാവണമെങ്കിൽ ഇതിൻ്റെ ഒറിജിനൽ വില വാങ്ങിയ ആൾ അറിയുമ്പോൾ അൽഹംദുലില്ലാ എന്നാണ് പറയണം. ഇതിൻ്റെ ഒറിജിനൽ വില വാങ്ങിയ ആൾ അറിയാവുന്ന ഒരു സാഹചര്യമുണ്ടായാൽ ഓൻ പറയണം. എന്നാലും അവ 10 സെൻറ്റ് സ്ഥലം വാങ്ങി, അതിൻ്റെ അതിരൊക്കെ ഒന്ന് കെട്ടി, പട്ടയം വാങ്ങി, നീതി അടച്ചു, നാടൻ കിണർ കുത്തി, കുരുളകും കാലിന് കുഴിച്ചിട്ടു, വായ കൊണ്ടച്ചു, നല്ല ഉഷാറാക്കി. ഒരാൾ വന്നപ്പോൾ അങ്ങനെ കണ്ടു, പെരക്കാൻ പറ്റിയ സ്ഥലം കൊടുക്കണമെന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, എനിക്കൊരു 15 ലക്ഷം റുപ്യ കിട്ടിയാൽ തരാറുണ്ട്. ഇജ്ജ് എത്രയ്ക്കാണ് വാങ്ങിയെന്ന് ചോദിച്ചു. ഞാൻ 10 ലക്ഷത്തിനാണ്. അതിൻ്റെ ശേഷം ഞാൻ അതിൻ്റെ അതിര് കെട്ടി നേരാക്കിയിട്ടുണ്ട്, പട്ടയം വാങ്ങി നീതി അടച്ചിട്ടുണ്ട്, പേപ്പറൊക്കെ ക്ലിയറാണ്, ഈ കാണുന്ന രൂപത്തിൽ ചുവന്ന കളറിൽ ഞാൻ ആക്കിയതാണ്, ഈ വാഴയും ഇതൊക്കെ ഞാൻ വെച്ചുപിടിപ്പിച്ചതാണ്, ഇജ്ജ് ആലോചിച്ചിട്ട് വാങ്ങിക്കോ പറഞ്ഞു. ഓൻ പോയി അമ്മോനോട് ചോദിച്ചു, പള്ളിൻ്റെ മുമ്പിലുള്ള കുഞ്ഞാമ്മേൻ്റെ 10 സെൻറ്റ് കൊടുക്കേണ്ടി എനിക്ക് പെരക്കാൻ വാങ്ങാൻ പറ്റുമോ ചോദിച്ചു. അമ്മോൻ കാക്ക പറഞ്ഞു, എന്തായാലും വാങ്ങിക്കോ, സൂപ്പറാണ് പറഞ്ഞു. 2 കച്ചവടക്കാരോട് ചോദിച്ചു, ഇങ്ങനെ ഒരു സ്ഥലം കൊടുക്കാണ്ട് എന്താ വാങ്ങണതിനെ പറ്റി നിങ്ങളെ അഭിപ്രായം എന്ന് പറഞ്ഞു. ഒരു കുഴപ്പമില്ല, ഉഷാറാവും, 15-ന് കിട്ടുകയാണെങ്കിൽ എന്തായാലും വാങ്ങാറുണ്ട്. വന്നുകൊണ്ട് അഡ്വാൻസ് കൊടുത്താൽ തൊയ്യിബായി. അതിനാണ് ഹലാലും തൊയ്യിബും തമ്മിൽ തിരിച്ചറിയാനുള്ള. അങ്ങനെ എല്ലാ വിഷയത്തിലേക്കും തൊയ്യിബ് എന്ന് പറഞ്ഞാൽ ഇന്നതാണെന്ന് പറയാൻ കഴിയൂല, അത് എല്ലാ വിഷയത്തിലും ഉണ്ടാവും. 950 രൂപക്ക് ജോലി എടുത്തിട്ട് 1000 രൂപ വാങ്ങിയാൽ തൊയ്യിബാവൂല. 1000 റുപ്യക്ക് പണിയെടുത്തിട്ട് 950 റുപ്യ വാങ്ങിയാൽ തൊയ്യിബായിരിക്കും. അതന്നെ വ്യത്യാസം. പണി കൂടുതലും കൂലി കുറവായിരിക്കണം, അപ്പോൾ തൊയ്യിബായിരിക്കും. ഇതങ്ങനെയല്ല, പണി വളരെ കുറച്ചുള്ളൂ, കൂലി ഭയങ്കര കൂടുതലാണെങ്കിൽ തൊയ്യിബാവൂല. വരുമാനം കുറേ ഉണ്ടാവുന്നേ ഉള്ളൂ. അവസാനം എവിടേക്കേ പോയി എന്ന് ചോദിച്ചാൽ വെള്ളത്തിൽ എഴുതിയമായിട്ടുണ്ടാവും, സാധനം ഉണ്ടാവില്ല. അതുകൊണ്ട് മക്കൾ നന്നാവണമെങ്കിൽ ഹലാലും തൊയ്യിബുമായ ഭക്ഷണം കൊടുക്കണം. അതിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല. സത്യത്തിൽ 5 കാരണങ്ങൾ ഉണ്ടെങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഹലാലും തൊയ്യിബുമായ ഭക്ഷണം കൊടുക്കാത്തതായിരിക്കും കുട്ടികൾ നന്നാവാത്തതിൻ്റെ കാരണം. കാരണങ്ങൾ 5 ഉണ്ട്, പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതാണ്. ഗൾഫിലാണ്, അറബിനെ എത്തിങ്ങാനെ ചേർത്തിക്കാണ് മൂപ്പര്. പാപ്പറായി മേശന്റെ അടി കൂടെ വലിച്ചു. എന്നിട്ട് ഇവിടെ വന്നാണ്ട് കുട്ടികൾ നേരാകാൻ വേണ്ടി മദ്രസന്റെ ഒരു ഫ്ലോർ മുഴുവൻ ഉണ്ട്. ഏത് അറബി എത്തിങ്ങാനയിലാണ്. തൊയ്യിബാവ് എങ്ങനെ? അത് തിന്നാൻ കൊടുത്താൽ നേരാകുമോ? നിങ്ങളിനോട് ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം? അങ്ങനെയാണ് സംഗതി ഉള്ളത്.